നമ്മുടെ മെന്റൽ ഹെൽത്ത് ലാൻഡ്സ്കേപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറായ ടെലി മനസ്സിലേക്ക് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വന്ന കോളുകൾ 30 ലക്ഷത്തിലധികം വരും. മാത്രമല്ല നമ്മുടെ ഓൺലൈൻ കൗൺസിലിംഗ് ആൻഡ് വെൽനസ് പ്ലാറ്റ്ഫോമുകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 2020 അത് 250 ആയിരുന്നെങ്കിൽ ഇന്നത്തെ 460 മാറിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ 2026 ബജറ്റിൽ നിംഹാൻസ് പോലുള്ള ഒരു സ്ഥാപനം നോർത്ത് ഇന്ത്യയിലേക്കും കൂടി വളരെ അത്യാവശ്യമാണെന്നുള്ള ഒരു പ്രൊവിഷൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ട്രെൻഡിന്റെ ഭാഗമല്ല, മറിച്ച് ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റിന്റെ ഭാഗമാണ്. ആളുകൾ കൂടുതലായിട്ട് മെന്റൽ ഹെൽത്ത് ആക്സസിബിൾ ആക്കാനും ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റിഗ്മകൾ മാറ്റിവെക്കാനും തുടങ്ങിയിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഓവറോൾ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കണക്കുകൾ വളരെ ചെറുതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും ഒരുപാട് ആളുകൾ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റിഗ്മ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് സീക്ക് ചെയ്യുന്നത് ഒരു വീക്ക്നെസ് അല്ല, മറിച്ച് നമ്മുടെ ഒരു സെൽഫ് അവയർനെസിന്റെ ഭാഗമാണെന്നാണ്. അപ്പോൾ ഇനിയും ആരെങ്കിലും മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ആവശ്യമുണ്ടായിട്ടും സ്റ്റിഗ്മയോട് കൂടി മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ മടിയൊക്കെ മാറ്റി വെച്ച് ഓപ്പൺ അപ്പ് ആയിട്ട് നമുക്ക് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കാം.